നമസ്കാരം, NDTയുടെ വീക്കിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും ചെയ്യാറുള്ള പോലെ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആയിരിക്കും നോക്കുന്നത്. ഞാൻ അഗെയിൻ പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫ്യൂ ക്വസ്റ്റൻസ് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ മോർ ക്വസ്റ്റൻസ് എൻട്രി ആപ്പിൻ്റെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ കാർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഉടനെ അതെടുത്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which cricket team has won the Women's World 2020 title? Option A England, Option B India, Option C Australia, Option D West Indies. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഈ വർഷത്തെ വേൾഡ് T20 വുമൺ ചാമ്പ്യൻഷിപ്പ് ഓസ്ട്രേലിയക്കാണ് കിട്ടിയിരിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സിനിമ വിൽ ബി ഹോണേർഡ് വിത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ അവാർഡ് ഫോർ ഹിസ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ടു സിനിമ. ഓപ്ഷൻ എ അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ബി രാജേഷ് ഖന്ന, ഓപ്ഷൻ സി ജാവേദ് അക്തർ, ഓപ്ഷൻ ഡി സലീം ഖാൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സലീം ഖാനാണ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ടു സിനിമ എന്നുള്ള റെക്കഗ്നീഷൻ IFFIയിൽ ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആൻഡ് ഡാഷ് ഹാവ് അഗ്രീഡ് ടു കോർപ്പറേറ്റ് ഓൺ ഫിനാൻസിംഗ് റിന്യൂവബിൾ എനർജി സെക്ടർ ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി SBI, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി ഇൻഡസ്ലാൻഡ് ബാങ്ക്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് SBI ആണ്. SBIയും യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുമാണ് ഇപ്പോൾ റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോർപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജിരി മേള വാസ് ഇനാഗ്രേറ്റഡ് അറ്റ് എ വില്ലേജ് ജിരി ഇൻ. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ സി ജമ്മു ആൻഡ് കാശ്മീർ, ഓപ്ഷൻ ഡി സിക്കിം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ജിരി മേള എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവൻ്റാണ്. ബാബ ലിറ്റു എന്ന് പറഞ്ഞൊരു ബാബയുടെ മാർട്ടിഡം കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. അദ്ദേഹം ഒരു ഫാർമറായിരുന്നു. ലാൻഡ് ലോഡ്സിൻ്റെ ഒപ്രസീവ് ഡിമാൻഡ്സിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത ഒരു ബാബയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിരിമേള ഫെസ്റ്റിവൽ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ ദ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2019, Dash has topped the list of states with the highest employability, followed by Rajasthan and Haryana. Option A Gujarat, Option B Andhra Pradesh, Option C Karnataka, Option D Maharashtra. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2009 ടോപ്പ് ചെയ്തിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. രാജസ്ഥാനും ഹരിയാനയും സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഹാസ് അപ്രൂവ്ഡ് the continuation of ACROS scheme. What does the letter A in ACROS stands for? A agriculture, B atmosphere, C aviation, D all of the above. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അറ്റ്മോസ്ഫിയർ ആണ് എയുടെ സ്ഥാനത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ് റിസർച്ച് മോഡലിംഗ് ഒബ്സർവിംഗ് സിസ്റ്റം ആൻഡ് സർവീസസ് എന്നാണ് അക്രോസിൻ്റെ ഫുൾ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ A സ്റ്റാൻഡ്സ് ഫോർ അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's first National Institute of Interfaith Studies is coming up in. Option A Haryana, Option B Punjab, Option C Sikkim, Option D Uttarakhand. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പഞ്ചാബിലാണ് ഇൻ്റർഫെയ്ത്ത് സ്റ്റഡീസ് വരുന്നത്. ഡിഫറെൻറ്റ് റിലീജിയൻസിൻ്റെ ഒക്കെ ഒരു ഇൻ്റർഫെയ്ത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളതാണ്. ഗുരു നാനാക്കിൻ്റെ 550ാമത് ബർത്ത് ആനിവേഴ്സറിയുടെ അനുബന്ധിച്ചിട്ടൊക്കെയാണ് ഈ ഒരു അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് വേറൊരു കറണ്ട് അഫെയർ ന്യൂസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലൊരു ഓപ്പൺ കോറിഡോർ, ഒരു സിഖ് പിൽഗ്രിമേജ് സെൻ്റർ കർത്താർപൂർ ദാബയിലേക്കുള്ള ഒരു കോറിഡോറും കൂടെ ഈ അടുത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംവിധാൻ ദിവസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 25 നവംബർ, ഓപ്ഷൻ ബി 26 നവംബർ, ഓപ്ഷൻ സി 27 നവംബർ, ഓപ്ഷൻ ഡി 28 നവംബർ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 26 നവംബറാണ്. 26 നവംബറാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. 1949 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസം അതാണ് നവംബർ 26, 1949 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളി എനാക്ട് ചെയ്ത ദിവസമാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ കമ്മമറേറ്റ് ചെയ്യുന്നത്. അത് ജനുവരി 26, 1950 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേരാ ദാബ നാനാക്ക് കർത്താർപൂർ സാഹിബ് റോഡ് കോറിഡോർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി പഞ്ചാബ്. കറക്റ്റ് ആൻസർ എന്ന് പഞ്ചാബാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത് ഇതായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഓപ്പൺ കോറിഡോർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as Uber Eats first brand ambassador of India? Option A Alia Bhatt, option B Karan Johar, option C Deepika Padukone, option D Priyanka Chopra. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അലിയ ഭട്ട് ആണ്. അലിയ ഭട്ടാണ് ഉബർ ഈറ്റ്സിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ ബ്രാൻഡ് അംബാസഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾ.
അപ്പോൾ ഈ വീക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ മോർ ക്വസ്റ്റ്യൻസ് ആപ്പിൽ അവൈലബിൾ ആണ്, എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.